ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്, നമ്മൾ എത്ര അടുപ്പമുള്ള ഒരാളാണെങ്കിലും കൂടി നമ്മൾ ആ ആളോട് പറയാൻ പാടില്ലാത്ത മൂന്ന് കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂന്ന് കാര്യങ്ങൾ, അത് അവരുടെ മനസ്സിനെ വല്ലാണ്ട് ഹേർട്ട് ചെയ്യുകയും മരണം വരെ അവരുടെ മനസ്സിൽ ആ ഒരു നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടക്കേട് അത് അവരുടെ മനസ്സിലുണ്ടാക്കുകയും ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഒരു ഇഷ്ടക്കേട് ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. എന്നാലും അത് പറയാം. അതായത് വിവാഹം പല സമയത്ത് നടക്കും. ചിലപ്പോൾ ചിലർക്ക് നേരത്തെ നടക്കും, ചിലർക്ക് താമസിച്ച് നടക്കും. അപ്പം നമ്മുടെ കൂടെ പഠിച്ച ഫ്രണ്ട്സിൻ്റെ ഒക്കെ വിവാഹം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പം നമുക്കും ഏജ് അങ്ങ് പോകുമായിരിക്കും. അപ്പോൾ ഈ സമയത്ത് ചിലർ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. കല്യാണം ഒന്നും ആയില്ലേ, ഒന്നും അങ്ങ് ശരിയാവുന്നില്ലേ, ആർക്കും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ, അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. അത് വളരെ കൂളായി ഈ ആളുകൾ നമ്മളോട് ചോദിക്കും. പക്ഷേ അത് നമ്മുടെ പേരൻസിന് എത്രത്തോളം അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് അവർ മനസ്സിലാക്കത്തില്ല കേട്ടോ. അവരാണെങ്കിൽ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് വഴിപാട് വരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയമായിരിക്കും. അപ്പോഴാണ് ഒന്നും ശരിയാവുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെയുള്ള രീതിയിലുള്ള സംസാരങ്ങൾ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചോദിക്കാൻ നിൽക്കാതെ നല്ലൊരു ബന്ധം കണ്ടെത്തി കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കെങ്കിൽ. അല്ലെങ്കിൽ വായടച്ച് മിണ്ടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. രണ്ടാമതായി, നിങ്ങൾ ഒരാളോട് ഒരു കാരണവശാലും ചോദിക്കാനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ വിലക്കിടേണ്ട രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് വിവാഹം കഴിഞ്ഞിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വിശേഷമൊന്നും ആയില്ലേ? അവരാണെങ്കിൽ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു സമയമായിരിക്കും. ഈ സമയത്ത് അവരുടെ മനസ്സിൻ്റെ ആ ഒരു വിഷമം മനസ്സിലാക്കാതെയാണ് ഈ ചൊറിയന്മാർ ചെന്ന് ചൊറിയുന്നത് കേട്ടോ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, അത് അവരുടെ മനസ്സിന് അത്രയും ഹേർട്ട് ചെയ്യുന്നുണ്ട്. വിശേഷമൊന്നും ആയില്ലേന്ന് അത് മറച്ചു വെക്കുന്ന കാര്യമല്ലല്ലോ. വിശേഷമാകുമ്പോൾ എത്ര നാൾ മറച്ചു വെക്കുക, അത് എന്നാണെങ്കിലും നിങ്ങൾ അറിഞ്ഞോളും. അത് ചെന്ന് ചോദിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. വിശേഷം ആയില്ലേ എന്നുള്ളൊരു ചോദ്യം അവൻ്റെ ആവശ്യമില്ല. ആവുമ്പോൾ തനിയെ മനസ്സിലായിക്കോളൂ, അറിഞ്ഞോളൂ, അവരാണെങ്കിൽ പറഞ്ഞോളൂ. ഇനി അഥവാ അവർ പറഞ്ഞില്ലെങ്കിൽ 9 മാസം കഴിയുമ്പോഴത്തേക്കും, കുഞ്ഞാവുമ്പോഴത്തേക്കും, അപ്പോഴാണെങ്കിലും അറിഞ്ഞോളൂ. അതുകൊണ്ട് നിങ്ങൾ ചെന്ന് ബുദ്ധിമുട്ടി വിശേഷമായില്ലേ എന്ന് ഇടക്കിടക്ക് ആരും ചെന്ന് ചോദിക്കരുത്. അത് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത രണ്ടാമത്തെ ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മൂന്നാമത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരുമാതിരി മനസ്സുള്ള ഒരാളോടും പറയാത്തൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് അനുഭവമുള്ള കാര്യമാണ്. ആ ഒരാളെ എന്നോട് ആ ഒരു വാക്ക് പറഞ്ഞിട്ടുള്ള ആ ഒരാളെ ഉദ്ദേശിച്ച് മാത്രമാണ് ഇത് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിശേഷമായി എന്നുള്ളൊരു കാര്യം ആദ്യമായിട്ട്, ഡേറ്റ് സ്കിപ്പായി എന്നുള്ള കാര്യം ആദ്യമായിട്ട് ഒരാളോട് ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയാൾ പറഞ്ഞൊരു വാക്ക്, സ്കിപ്പായതല്ലേ ഉള്ളൂ, അത് 2-3 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ അബോർഷനായി പോകാം, 3-4 മാസം ആയിക്കഴിഞ്ഞേ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അത് അങ്ങനെ ആയിരിക്കാം, പക്ഷെ അത് ഒരാളോട് പറയരുത്. 3 മാസം കഴിയുമ്പോൾ അബോർഷൻ സംഭവിക്കാതിരിക്കട്ടെ, അത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ ഇത് പറയാൻ നിൽക്കരുത്. അത് ശുദ്ധ ലോക്കൽ വിഡ്ഢിത്തരാണ്. അത് പറയാൻ നിൽക്കരുത്. നന്നായി വരട്ടെ, നല്ലൊരു കുഞ്ഞിനെ കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നതിന് പകരം 2-3 മാസം കഴിഞ്ഞ് ഉറപ്പിക്കാൻ പറ്റുള്ളൂ, അത് ചിലപ്പോൾ അബോർഷനായി പോകാം എന്ന് പറയാൻ കണ്ട ആ മനസ്സ് ആരും കാണാതെ പോരുത്. ഒരു മനുഷ്യനോട് പറയരുത് ഈ ഒരു വർത്തമാനം. വളരെ ലോക്കലായിട്ടുള്ളൊരു വർത്തമാനം. അവരുടെ മനസ്സിലത് മരിക്കോളം അവരത് മറക്കത്തില്ല. അതാണ് അവരുടെ അവർക്ക് ജനിച്ച ആ കുഞ്ഞ് അബോർഷനായി പോകും എന്നാണ് പറഞ്ഞത്. അവരൊരിക്കലും അത് മറക്കത്തില്ല. ശാപമാണ്. ഇങ്ങനെ ആരും പറയില്ല എന്നൊന്നും വിചാരിക്കേണ്ട, അനുഭവത്തിൽ നിന്ന് ഉള്ളൊരു കാര്യമാണ് കേട്ടോ. അത് പറഞ്ഞ ആർക്ക് കറക്റ്റായിട്ടത് അറിയാം ആരാണ് പറഞ്ഞതെന്നുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.